എന്തെങ്കിലും തടസ്സം ഉണ്ടായി കാണുമോ അജയൻ സാറിന്, അല്ലേ? അല്ലെങ്കിൽ വരാന്നിത്ര ഉറപ്പ് പറയോ? മോള് ചെല്ല, അകത്തുപോയി കിടന്നു. ദൈവം നമുക്ക് വിധിച്ചിട്ടുണ്ടാവില്ല. വേറെ ട്രെയിൻ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ബസ്സിന് പോവാം. 2-3 ലക്ഷം രൂപ ഞാൻ വിചാരിച്ചാലും ഉണ്ടാവും. ബാക്കി എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. യാത്ര എന്തായാലും മുടക്കണ്ട. സാർ, കഴിഞ്ഞ ആഴ്ച അജേന്ദ്രൻ നായർ വന്നിട്ട് ലോക്കർ തുറന്നിരുന്നു. ലോക്കറിലെ സ്വർണം വിറ്റ് ബാങ്ക് ലോണിലേക്ക് തിരിച്ചടയ്ക്കാനുള്ള പണമായി വരാമെന്നും അങ്ങനെ ജപ്തി നടപടികളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാമെന്നും പറഞ്ഞാൽ പോയത്. പിന്നെ വന്നില്ല. കുട്ടി, എൻ്റെ റിട്ടയർമെൻറ്റിന് അധികം കാലമില്ല. അതിനുമുമ്പ് തിരിച്ചടയ്ക്കാനുള്ള പണത്തിന് എന്തെങ്കിലും തീരുമാനമായില്ലെങ്കിൽ ഗുരുവായൂരപ്പനാണേ നിങ്ങൾ താമസിക്കുന്ന വീടും പറമ്പും റിക്കവറി ചെയ്യാനുള്ള നടപടി പൂർത്തിയാക്കിയേ ഞാൻ പോകും. വിഷമം വിചാരിക്കരുത്. സ്വർണ്ണം എടുത്തോണ്ട് പോയതിൽ എനിക്ക് വിഷമമില്ല അച്ഛാ. പക്ഷെ ഒരു വാക്ക് എന്നോട് പറയായിരുന്നു. അവനവന്റെ മുതലൊരു കള്ളനെ പോലെ മോഷ്ടിച്ചോണ്ട് പോണതെന്തിനാ? വലിയ അഭിമാനിയല്ലേ മോളെ? സ്വർണം പണയം വെച്ച് കാശ് കടം വാങ്ങിയെന്ന് ഭാര്യയും മോളും അറിയണത് അവന് സഹിക്കൂ? ആ കുട്ടിയുടെ അച്ഛനും അമ്മയും സഹായം ചോദിച്ച് ഇങ്ങോട്ട് വന്നതല്ലല്ലോ, അവിടെ പോയി ഏറ്റെടുക്കായിരുന്നില്ലേ? എന്നിട്ട് ചതിക്കാന്ന് വെച്ചാ അവളുടെ സ്ഥാനത്ത് നമ്മുടെ അച്ഛനായിരുന്നെങ്കിലോ? സാരില്ല, എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ എത്തിന്ന് സമാധാനിക്കുക. അജയുമ്പോ സ്ഥലം കാലിയാക്കാൻ നോക്ക്. കണക്കൊക്കെ അന്ന് നമ്മൾ പറഞ്ഞ് സെറ്റിൽ ചെയ്തതാ. ഇല്ല, കണക്ക് പറയുന്നില്ല ഞാൻ. ഒക്കെ നിങ്ങൾ എടുത്തോളൂ. പക്ഷെ പലിശയും കൊള്ളപ്പലിശയൊക്കെ ആയിട്ട് നിങ്ങൾ പിടിച്ചു വാങ്ങിയിൽ നിന്നും ഒരു 5 ലക്ഷം രൂപ അതെങ്കിലും നിങ്ങൾ എനിക്ക് തരണം. നടപ്പില്ല അജയ. പലിശയ്ക്ക് ഞങ്ങൾ പണം തരും, പക്ഷെ അത് നനക്കല്ല, തിരിച്ചടയ്ക്കാൻ കഴിവുള്ള ഏതെങ്കിലും അരപ്പാളിക്ക്. ക്ഷമ കെട്ട് നിൽക്കുക. ഞാൻ എന്തെങ്കിലും ചെയ്തു പോകുന്നതിന് മുമ്പ് മര്യാദയ്ക്ക് കാശുതാ. നീ എന്തോലത്തുന്ന എന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. വേണ്ട വേണ്ട, പ്ലീസ്. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. ഒരു കുരുന്നിന്റെ ജീവന് ഞാൻ കൊടുത്ത വാക്കാ. നാളെ അതിന്റെ ഓപ്പറേഷനാ, അത് മുടങ്ങാൻ പാടില്ല. എന്നെ കാണാതെ എന്റെ മോളെന്നെ വിളിച്ചോണ്ടിരിക്കുക. പൈസ കിട്ടാതെ ഞാൻ പോവില്ല. ഇത്ര കഷ്ടപ്പെട്ട് പണം കൊടുക്കാൻ ആ കുട്ടി തന്റെ സ്വന്തം മോളൊന്നല്ലോ. അതോന് വേറെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ആ കുട്ടിയുടെ അമ്മ എങ്ങനെയാ, കാണാൻ കൊള്ളാവോ? അതല്ല, ഒന്ന് പപ്പും തൂവലും മുളച്ചു വലുതായ മോളായാലും വിരോധം ഉണ്ടാവില്ല, അല്ല നായരെ? വാ മോളെ. ക്ലാസ്സിൽ പോയിക്കോ. അമ്മ ചെല്ലു. എന്റെ മോളുടെ മെസ്സേജാ. എന്നോട് വെറുപ്പാണെന്ന്. ഇനി അവൾക്ക് എന്നെ കണ്ടെന്ന്. ഈ ലോഡ്ജിൽ വന്ന് കിടന്നുകൊണ്ട് ഒരു കാര്യത്തിനൊരു പരിഹാരമാവില്ല. നീ വാ. എൻ്റെ വീടിരിക്കണ സ്ഥലം എൻ്റെ ഭാര്യയുടെ പേരില്ല. അവൾ അതിൻ്റെ ആധാരമായിട്ട് തോമാച്ചൻ്റെ ഫൈനാൻസിങ് കമ്പനിയിലേക്ക് പോയിട്ടുണ്ട്. പരിചയത്തിലുള്ള ചിലരോട് കുറച്ച് കാശ് കടമിട്ട് ഞാനും ചോദിച്ചിട്ടുണ്ട്. എല്ലാം കൂടി തപ്പിപ്പറിക്കുക ഒരു 1-2 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും. തൽക്കാലം അതുമായിട്ട് അവരെ പറഞ്ഞേക്കാം, ബാക്കിയൊക്കെ നടക്കൂടാ. വേണ്ട, എന്റെ അഭിമാനം കാക്കാൻ നിന്റെ സ്വപ്നങ്ങൾ തകർക്കട്ടടാ. അജയചന്ദ്രൻ നായർ കെട്ടിപ്പൊക്കിയത്
ഒരു ചീട്ടുകൊട്ടാരമാണെന്ന് ഇപ്പൊ നാട്ടുകാർക്കൊക്കെ അറിയാം. അങ്ങനെയുള്ള ഒരാൾ കടം ചോദിച്ചാൽ പോലും ഇനി ആരും തരില്ല, അല്ലടാ. എടി അച്ചു, നിന്റെ അച്ഛൻ പൊട്ടി പാളിസാന്ന് കേട്ടല്ലോ, ശരിയാണോ? കുട്ടി പാളിസായിട്ട് കുറെ നാളായടാ. ജാടയിൽ നടക്കുമായിരുന്നെന്ന് എന്റെ അച്ഛൻ പറഞ്ഞത്. പാവം ലക്ഷ്മിയെ പറഞ്ഞ് പറ്റിച്ചു. ലക്ഷ്മി വിഷമിക്കണ്ട കേട്ടോ, എല്ലാത്തിനും ഒരു വഴിയുണ്ടാവും. എനിക്ക് വിഷമമൊന്നുമില്ല. എന്നാലും അശ്വതിയുടെ അച്ഛൻ ചെയ്തത് മോശമായി. ലക്ഷ്മി പോലൊരു കുട്ടിയോട് അത് വേണ്ടിയിരുന്നില്ല. Of its mass m and velocity v, that is p is equal to mv. മാഡം, Yes. ലക്ഷ്മിയുടെ സർജറിക്ക് വേണ്ട ഫണ്ട് റേസ് ചെയ്യാൻ PTA തീരുമാനിച്ചിട്ടുണ്ട്. സ്റ്റുഡൻസ്, നിങ്ങളുടെ പാരൻസിനോട് പറഞ്ഞ് ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് നാളെ തന്നെ ഓഫീസിലെത്തിക്കണം. ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു സേവ് ലക്ഷ്മീസ് ലൈഫ്. Continue. Momentum has both direction and magnitude. Its direction is the same as that of Achoo! Ashwini! Ashwini! Ashwini, where are you going? Stop there! നീങ്ക പറയുന്നാളോ എനിക്ക് അറിയുന്നാളോ അവരെ നാട്ടുകാരെല്ലാരും മേസ്ത്രീന്ന് വിളിക്കുന്നേ. ഞാൻ പറയുന്ന മേസ്ത്രി ഇവിടെ ബന്ധി തന്നാറ് കൊല്ലാത്ത ഊർത്തക്കാർക്ക് ഇപ്പൊ മേസ്ത്രി മതി. ഊർത്ത മലയിൽ ഉരുളി പൊട്ടിയിട്ട് പോലീസുകാർക്ക് മുന്നേ മേസ്ത്രി ബന്ധി എല്ലാവരും എത്തിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇപ്പൊ എല്ലാവർക്കും മേസ്ത്രി മതി.